الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ولكن أكثر الناس لا يعلمون. സ്നേഹാദരനായ മോഡറേറ്റർ, അധ്യക്ഷൻ, പണ്ഡിതന്മാർ, നേതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, വിശ്വാസം വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന തലക്കെട്ടിൽ നടക്കുന്ന ഈ പാനൽ ഡിസ്കഷന് വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമുക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. 1848 പാവപ്പെട്ടവൻ്റെ ബൈബിളെന്നറിയപ്പെട്ട് ലോകത്ത് ഉദയം ചെയ്ത ഒരു വലിയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കാൾ മാർക്സും എംഗൽസും കൂടിയിരുന്ന് ലണ്ടൻ ലൈബ്രറിയിൽ 35 വർഷത്തോളം അപ്പുറം ചിലവഴിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച വിമോചനത്തിൻ്റെ ആധുനിക ശബ്ദമായിരുന്നു അത്. ആ കാൾ മാർക്സിനോടൊരിക്കൽ ചോദിച്ചു, എന്താണ് സ്വാതന്ത്ര്യമെന്നുള്ളത്. രാവിലെ പ്രഭാത കാഴ്ചകളും കോഫികളും കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോയി, ഉച്ചക്ക് തത്വചിന്തയിലേർപ്പെട്ട്, വൈകുന്നേരം ഗുസ്തിയിലേർപ്പെട്ട്, രാത്രി ബീഥോവൻ വായിക്കുന്നത് കൂടി ഒരു മനുഷ്യൻ സ്വതന്ത്രനായി. വൈരുദ്ധ്യമില്ലെങ്കിലും വൈവിധ്യമായ ആശയമാണ് കാൾ മാർക്സ് അന്ന് പറഞ്ഞു വെച്ചത്. അത്രയേ കാൾ മാർക്സിന് വിമോചനത്തിൻ്റെ അർത്ഥശാസ്ത്രം രൂപീകരിക്കാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം പഠിച്ചത് ഗ്രീക്ക് ചിന്തകനായ എപ്പിക്യൂറിനിൽ നിന്നാണ്. എപ്പിക്യൂറിനിസത്തിൻ്റെ വായിക്കപ്പെടാത്ത വരികൾ നമുക്കറിയാം. കുടിക്കുക, തിന്നുക, രമിക്കുക എന്ന പ്രത്യയ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയുള്ള ഐഡിയോളജികൾക്കധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ട ജീവിത വിമോചനത്തിൻ്റെ സിദ്ധാന്തം മാനവികതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ചരിത്രത്തെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരുപാട് ഐഡിയോളജികൾ, സ്പിരിച്വൽ തോട്ട്സുകൾ, കൾട്സുകൾ എല്ലാം ലോകത്ത് മാനവിക വിമോചനത്തിന് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. ശാരീരിക വിമോചനമായിരുന്നു എബ്രഹാം ലിങ്കൻ അമേരിക്കയോട് പറഞ്ഞത്. ഐ ഹാവ് എ ഡ്രീം എന്ന് അമേരിക്കയെ വിറപ്പിച്ച മാർട്ടിൻ ലൂഥർ കിങ് പറഞ്ഞത് ശരീരത്തിൻ്റെ വിമോചനമായിരുന്നു. അതുപോലെ തന്നെ അജ്ഞതയിൽ നിന്നുള്ള വിമോചനമായിരുന്നു പ്ലാറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ ഗ്രീക്ക് തത്വചിന്തക്ക് തുടക്കം കുറിച്ചത്. ആത്മീയ വിമോചനത്തിൻ്റെ പൗരാണിക രൂപം മുതൽ ഓഷോ, രജനീശന്മാർ വരെയുള്ള, അതുപോലെ തന്നെ യുഫോ കൾട്ടുകൾ വരെയുള്ള, മാർഷൽ ആപ്പിൾ വൈറ്റിനെ പോലുള്ള ആധുനികരായ 1997 38 ആളുകളുമായി കപ്പലിൽ ജീവശ്വാസം പിടിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം തീർത്ത വിമോചനത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ ആളുകൾ ലോകത്ത് പിറന്ന് പോയവരാണ്. അതിലാണ് നമ്മളൊക്കെ കണ്ടിരിക്കുന്ന ബാബമാരും സായിമാരുമൊക്കെ ഉള്ളത്. ഇതെല്ലാം ഇവരുടെ എല്ലാം താല്പര്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നുള്ളതാണ്. വിമോചനത്തിൻ്റെ മിശിഹികളായി കടന്നു വന്ന ഇവരെല്ലാം ലക്ഷ്യം വെച്ചത് ഒന്നായിരുന്നു, ദ സിറ്റി ഓഫ് ദ സൺ. അതുപോലെ തന്നെ ഉട്ടോപ്പിയമൊക്കെ, ക്യാമ്പനല്ലയുടെ സിറ്റി ഓഫ് സണ്ണും തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയമൊക്കെ ഇതിനപ്പുറമുള്ള വിമോചനത്തിൻ്റെ സംസ്കരണത്തിൻ്റെ ആശയമായിരുന്നു മാനവികതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചത്. എന്നാൽ അതെല്ലാം
അതെല്ലാം അസ്തമിച്ച് ഉദയം ചെയ്ത് അസ്തമിച്ച് ഉയർന്നു പറക്കാനുള്ള വെലോസിറ്റി ഇല്ലാതെ താഴ്ന്നു വീണ ഒരു ആധുനിക ചരിത്രമോ പൗരാണിക ചരിത്രമോ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് വിമോചനത്തിൻ്റെ പുതിയ അർത്ഥശാസ്ത്രത്തിൻ്റെ അന്വേഷണ തലങ്ങളിലൂടെ സഞ്ചരിക്കാൻ കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്റർ ഒരു വേദി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മനുഷ്യനായിരിക്കണം, അവന് സംസ്കൃതിയും സംസ്കാരവുമൊക്കെ വേണമെന്ന ആശയത്തിൽ തന്നെയായിരുന്നു നാസ്തികതയും ലോകത്ത് കടന്നു വന്നത്. ലിബറലിസവും അതിൻ്റെ ഭാഗം തന്നെയാണ്. ന്യൂറോ കെമിക്കൽ അഫെക്ഷനാണ് മനുഷ്യൻ്റെ വിചാരത്തിൻ്റെ ആധാരമെന്ന് സാം ഹാരിസിനെ പോലുള്ള ആളുകൾ പറഞ്ഞ് സംസ്കാരത്തിൻ്റെ പുതിയ അധ്യായം ആധുനികതയ്ക്ക് മുമ്പിൽ തുന്നിച്ചേർത്തു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. ഒരാളെ കൊല്ലുന്നുവെങ്കിൽ ആ കൊല്ലുക എന്നുള്ള വാസനയെ ആർക്കും തടുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ന്യൂറോ കെമിക്കൽ അഫെക്ഷനാണെന്നുള്ള പണ്ടുകാലത്തെ ഫ്രെഡറിക് നിഷയുടെ തത്വചിന്തയുടെ പുതിയ ആവിഷ്കാരത്തിൻ്റെ പുതിയ പേജുകൾ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് ആയിരക്കണക്കിന് ആളുകൾ വിമോചനത്തിൻ്റെ കെണിയിലകപ്പെടുത്തി ഇന്നും ശ്വാസം മുട്ടുന്ന ലോകത്താണ് ഈ ഒരു പ്രത്യയശാസ്ത്രവുമായി നാം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തറിയപ്പെട്ട പീറ്റർ ആൽബർട്ട് സിംഗർ എന്ന് പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ധാർമ്മിക ഉസ്താദായ അധ്യാപകനായ അത് എത്തിക്കൽ ഫിലോസഫി അല്ലെ അതുപോലെ തന്നെ പ്രാക്ടീസ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥമെഴുതി ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചെന്ന് പറയുന്ന ആൾ സ്വതന്ത്രരതിയും ഭ്രൂണഹത്യയും സൂയിസൈഡും സെക്സ് റിവല്യൂഷനുമൊക്കെ വിമോചനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പുതിയ അധ്യായങ്ങളായി വെച്ചപ്പോൾ ഇവിടെ നിശബ്ദമായി ലോകം പലരും അതിനെ സ്വീകരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാനത്തെ പേജുകളാണ് മുഴുവൻ തുറക്കാത്ത പേജുകളായി എപ്സ്റ്റീൻ ഫയലുകളായി ചെറിയൊരു ദ്വീപിൽ വലിയ ആശയങ്ങൾ സമർപ്പിച്ച് എല്ലാം കൂട്ടിക്കുഴച്ച് ലോകത്തിൻ്റെ മുമ്പിൽ പാതി സമർപ്പിച്ച പേജുകൾ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഇനിയും 10,000 പേജുകൾ തുറക്കം ചെയ്യപ്പെടുമ്പോൾ തുറന്നു വെക്കുമ്പോൾ വലിയൊരു ഭൂതത്തെ ലോകത്തിനവിടെ ദർശിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് ശേഷമാകുന്നു ഇങ്ങനെ ആശയത്തിൻ്റെ ഭാഗമാകുന്നു ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഏതെങ്കിലും യുദ്ധത്തിൽ പോയി കൊല്ലപ്പെടുന്ന ആളുകളോട് എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് ചോദിക്കാനില്ലാത്ത ഫാദർലെസ് സൊസൈറ്റിയെ സൃഷ്ടിക്കാൻ ഇതുപോലുള്ള വികസിത രാജ്യങ്ങൾക്ക് കഴിഞ്ഞത് ഇതുപോലുള്ള പുതിയ വിമോചനത്തിൻ്റെ അർത്ഥശാസ്ത്രങ്ങൾക്ക് രൂപം നൽകിയതിൻ്റെ ആധുനിക പരിണിത ഫലമാണ് എന്ന് ഇവിടെ വായിക്കാതെ പോവാൻ വയ്യ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാം പ്രിൻസിപ്പിളും ഹെഡോണിസവുമൊക്കെ എൻ്റെ ആഗ്രഹം അത് മറ്റുള്ളവൻ്റെ ജീവിതത്തിന് വിരുദ്ധമല്ലെങ്കിൽ ഞാൻ മദ്യം കുടിച്ചാലെന്താ, എൻ്റെ ആഗ്രഹം അത് വ്യഭിചാരമാണ്, അത് മറ്റുള്ളവർക്ക് പ്രയാസമില്ലെങ്കിൽ എനിക്കും പ്രയാസമില്ലെങ്കിൽ ഞാൻ വ്യഭിചരിച്ചാലെന്താ എന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്ന പുതിയ ചോദ്യവും ഹെഡോണിസം എന്ന് പറയുന്ന സർവൈവൽ ഫിറ്റസ്റ്റിൻ്റെ പണ്ടുകാലത്ത് നിഷെ അവതരിപ്പിച്ച ഉയർന്ന കഴിവുള്ളവൻ അവൻ നിലനിൽക്കട്ടെ എന്ന പുതിയ ആശയത്തിൻ്റെ രൂപം മനുഷ്യൻ്റെ മുമ്പിൽ, കാലത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്നും സമർപ്പിച്ച് സായുജ്യമടയുന്ന സമൂഹത്തെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അശ്ലീലതയുടെ ശവപ്പറമ്പുകൾ തീർക്കുന്ന ഈ വിമോചന ശാസ്ത്രങ്ങൾക്ക് ലോകത്ത് പുതുതായി ദുരന്തങ്ങളല്ലാതെ ഒന്നും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാകുന്നു. എന്താണ് ലോകത്തിൻ്റെ ദുരന്തമെന്ന് പറഞ്ഞപ്പോൾ മെൻ ഹാസ് ഫോർഗോട്ടൻ ഗോഡ് എന്ന് പറയുന്ന ആധുനിക നവനാസ്തികതയിൽ നിന്ന് ലോകത്തേക്ക് കടന്നു വന്ന ആളുകളുടെ ജീവിതത്തെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എങ്കിലും ഇതൊക്കെ ഒരേ രീതിയിൽ പോകുന്നുവെങ്കിലും ചരിത്രത്തിൽ ചില ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ട്വിസ്റ്റുകളിലെ വളരെ പ്രസിദ്ധനായ ആളാകുന്നു ആൻ്റണി ഫ്ലൂ എന്ന് പറയുന്ന ആൻ്റണി ഗാരൻ ഫ്ലൂ എന്ന് പറയുന്ന നൊട്ടോറിയസ് ഏത്തിസ്റ്റ് എന്ന് ലോകം എഴുതി വെച്ച ആ മനുഷ്യൻ ദർ ഈസ് നോ ഗോഡ് എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹോളിൽ നടത്തിയ പ്രഭാഷണം ലോകത്തെ അമ്പരപ്പിച്ചായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മറ്റൊരു പുസ്തകമിറക്കി ദർ ഈസ് എ ഗോഡ്, ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ, ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ പുതിയ വാതായനങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ ഞാനിതാ ഇവിടെ പ്രഖ്യാപിക്കുന്നു ദർ ഈസ് എ ഗോഡ്, ഒരു ദൈവമുണ്ട്. ഇത് യുക്തിവാദത്തിൻ്റെ ലോകത്തിലെ പുതിയ ട്വിസ്റ്റുകളായിരുന്നു. ജാരൻ വാൻ ക്ലെവർ എന്ന് പറയുന്ന 2019
ഇസ്ലാം സ്വീകരിച്ച ഖുർആൻ ഈസ് പോയ്സൺ, ഇസ്ലാം ഈസ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ ഫോർ യൂറോപ്പ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അത് ആൻറ്റി ഇസ്ലാം ക്യാമ്പയിനർ 2019 ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം കാണിച്ചെന്ന വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം രൂപീകരിച്ച മഹാ ആശയമാണ് ആകാശഭൂമികൾക്കിടയിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വന്ന് ഇതുപോലെ ട്വിസ്റ്റുകളെ നമുക്ക് ചരിത്രത്തിൽ ഇനിയും വായിക്കാൻ കഴിയുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഒരു ഭാഗത്ത് കാലം ലോകം അങ്ങനെ സഞ്ചരിക്കുന്നു, മറുഭാഗത്ത് മതങ്ങളും സഞ്ചരിക്കുന്നു. ഈ രണ്ട് ഭാഗത്തും സഞ്ചരിക്കേണ്ടതില്ല. മതപ്രവർത്തനത്തിൻ്റെ ദൗത്യമെന്ന് പറയുന്നത് കാലത്തിൻ്റെ മുമ്പിൽ, ചരിത്രത്തിൻ്റെ മുമ്പിൽ സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സംസ്കാരവും വിമോചനവും പ്രകൃതിമതം മാനവികതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ്റെ മുമ്പിൽ ഖുർആൻ വെച്ച ആശയം അതാണ്. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ജീവിതത്തിൽ ദുരന്താത്മകതയിലേക്ക് നീങ്ങാത്തൊരു ജീവിതം മനുഷ്യന് പാകപ്പെടണമെങ്കിൽ ദൈവിക ദർശനത്തിൻ്റെ വെള്ളിത്താരയിലേക്ക് മനുഷ്യൻ കടന്നു വന്നേ തീരൂ എന്ന പ്രപഞ്ചനാഥൻ്റെ ആദ്യത്തെ മനുഷ്യനോടുള്ള പ്രഖ്യാപനമായിരുന്നു നമുക്ക് വേദഗ്രന്ഥത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. ഫഅഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. ഖുർആനിലെ 30-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം. ജീവിതത്തെ ഈ പ്രപഞ്ചനാഥനിലേക്ക് ചേർത്ത് വെക്കുക. കാരണം ഈ ജീവിതം നീ പ്രപഞ്ചനാഥനിലേക്ക് വായിക്കുമ്പോൾ ഇത് വേറിട്ട ആശയമല്ല, ഇത് മനുഷ്യൻ്റെ പ്രകൃതിക്ക് യോജിച്ച ഇക്കോ ഫ്രണ്ട്ലി റിലീജനാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ജീവിതത്തിന് ജീവൻ വേണമോ? ജീവിതത്തിന് ജീവൻ വേണമെങ്കിൽ, ഈ ദുനിയാവിലും പരലോകത്തും ജീവിക്കണമെങ്കിൽ ഇതാ ഈ ആശയത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ള പ്രഖ്യാപനം. ഇത് മതത്തെപ്പറ്റിയാണെങ്കിൽ പ്രവാചകനെ പറ്റിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന പ്രവാചകൻ എന്ന് പറയുന്നത് വയദഅൻഹും ഇസ്റഹും വല്ല അലല്ലതി കാനത് അലൈഹിം. സൂറത്ത് അറാഫിലെ 157-ാമത്തെ വചനം. ജീവിതത്തിൽ ഒരുപാട് അടിമത്തത്തിൻ്റെ ഒരുപാട് ഭാരങ്ങൾ പേറി നിൽക്കുന്ന മനുഷ്യ, നിൻ്റെ ജീവിതത്തിന് പാരതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പുതിയ വെളിച്ചം വീശണമെങ്കിൽ ഈ ദിവ്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലേക്ക് താങ്കൾ കടന്നു വരണമെന്ന പ്രവാചകൻ്റെ സംബന്ധിച്ചുള്ള ഖുർആൻ്റെ പ്രഖ്യാപനമായിരുന്നു. ചരിത്രത്തിൽ വല്ലാത്തൊരു വ്യക്തമായ ഒരു ചോദ്യമുണ്ട്. ഇന്നുവരെ ഒരു മനുഷ്യരും ഒരു വ്യക്തിയും ഒരു ഭരണാധികാരിയോട് ചോദിക്കാത്തത്, ഒരു നാഗരികതയും മറ്റൊരു നാഗരികതയോട് ചോദിക്കാത്തത്. ഈ ഊർപട്ടണത്തിൽ ജനിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകം ഭരിച്ച 4 ഭരണാധികാരികളായ നമ്രൂദിൻ്റെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖും ബിൽ അംൻ. ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 81-ാമത്തെ വചനത്തിൽ നമുക്കത് കാണാൻ കഴിയും. 2 സമൂഹമാണല്ലോ ഇന്ന് ലോകത്തുള്ളത്, നന്മയുടെയും തിന്മയുടെയും. എങ്കിൽ നാളെയുടെ അല്ലെങ്കിൽ ഇന്നിൻ്റെ ജീവിതത്തിൽ ആർക്കാണ് സമാധാനത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുക എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം തന്നെ അതിന് 82-ാമത്തെ വചനത്തിൽ കാണുന്നു. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാകുന്ന വിശ്വാസികൾ, വിശ്വസിച്ച് പ്രവർത്തനം ചെയ്ത ആളുകൾക്ക് അവർക്ക് തന്നെയാണ് സ്വൈരമായി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുക. ദാരിദ്ര്യത്തിൻ്റെ തീക്കുഴിയിൽ ജീവിച്ചിട്ടും പട്ടിണിയുടെ പരിവട്ടമായി ജീവിതത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളെ കഴിച്ചു വെച്ചിട്ടും ആ പ്രവാചകന്മാർ സമാധാനത്തിൻ്റെ അംബാസിഡർമാരായി ലോകത്ത് പുഞ്ചിരിച്ചുകൊണ്ട് വകാന ബസ്സാമൻ എന്ന് പ്രവാചകൻ്റെ 63 വർഷത്തിന് ശേഷം വകാന ഹസീനൻ എന്ന് ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയാത്ത വാക്കുകളുണ്ട് എന്ന് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ ശമാഇലിൽ രേഖപ്പെടുത്തിയപ്പോൾ ഇത്രയും സമാധാനത്തോടു കൂടി ജീവിക്കാൻ
അവർക്കെന്താണ് ലഭിച്ചത് എന്നുള്ളതാണ് മാനവിക വിമോചനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് അതിൻ്റെ സർവമാന മേഖലയിലേക്കും ഖുർആൻ വിളിച്ചെന്ന, ഖുർആൻ വീശുന്ന സുഗന്ധം എന്ന് പ്രവാചക ജീവിതചര്യയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് അടിമത്തങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നു. ആ അടിമത്തത്തിനെ മോചിപ്പിക്കുന്ന ഒരു ഭാഗം സൂചിപ്പിക്കുകയാണ്. ജാഫർ റളിയല്ലാഹുവിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അബ്സീനയിലേക്ക് ഹിജ്റ 606 പറഞ്ഞയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച അഭിപ്രായമനുസരിച്ച് ഇവർ ഭീകരവാദികളാണ്, എന്താണ് ഇവരുടെ മതമെന്ന് ചോദിച്ചപ്പോൾ നൽകുന്ന ഉത്തരമുണ്ട്. വിമോചനത്തിൻ്റെ അർത്ഥശാസ്ത്രം പണ്ടേ ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അയ്യുഹൽ മലിക്, രാജാവേ, കുന്ന ഖൗമൻ അല ഷിർക്ക്, ഞങ്ങൾ ഷിർക്കിൻ്റെ ആളുകളായിരുന്നു, ഞങ്ങൾ ഷിർക്കിലായിരുന്നു. നഅബുദുൽ അസ്നാമ വനഅകുലുൽ മൈത വനുസിഉൽ ജിവാറ വനസ്തഹിലുൽ മഹാരിമ വദ്ദിമാഅ ഫബഅസല്ലാഹു ഇലൈനാ നബിയ്യൻ മിൻ അൻഫുസിനാ ഫദആനാ ഇലാ അൻ നഅബുദല്ലാഹ വഹ്ദാ. എല്ലാവിധ തോന്നിവാസങ്ങൾ ജീവിച്ചിരുന്ന ഞങ്ങൾ, എല്ലാവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ ഞങ്ങളെ മോചിപ്പിച്ചത് ഈ പ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. ആ പ്രവാചകൻ മുഖേനയാകുന്നു മതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അവിടെയാണ് ഖുർആൻ എല്ലാവിധ വിമോചനങ്ങളിൽ നിന്നും, എല്ലാവിധ വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസത്തിലേക്കും, അധാർമികതയിൽ നിന്ന് ധാർമ്മികതയിലേക്കും, അസാംസ്കാരികതയിൽ നിന്ന് സാംസ്കാരികതയിലേക്കും, വിവേചനങ്ങളിൽ നിന്ന് നിറത്തിൻ്റെയും ജാതിയുടെയും വിഷയത്തിലെ വിവേചനങ്ങളിൽ നിന്ന് അതിനെ മാനവികതയുടെ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ എന്ന് പറയുന്ന മാനവികതയുടെ വലിയ സന്ദേശം ഖുർആൻ വെക്കുന്നത്. ആധുനിക ലോകത്തും വിവേചനത്തിൻ്റെ വിഘടിത ഈ വ്യത്യാസത്തിൻ്റെ ചരിത്രം കാണാൻ കഴിയും. 2016 ഇന്ത്യയിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുല മരിച്ചപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെച്ചു. മൈ ബർത്ത് വാസ് എ ഫാറ്റൽ ആക്സിഡൻറ്റ്, എൻ്റെ ജനനം യഥാർത്ഥത്തിൽ അപകടകരമായ ദുരന്തമായിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ടിയിരുന്നില്ല. 1936 ജാദുബാത്ത് മണ്ഡൽ അംബേദ്കറിനോട് ദലിതുകളുടെ പ്രശ്നത്തെപ്പറ്റി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ പ്രസംഗത്തിൻ്റെ തലേന്ന് അവർക്കൊരു പ്രബന്ധം കൊടുത്തു. ഞാൻ പറയുന്ന പോയിന്റുകൾ അതാണ്, പ്രസംഗം പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗം നിരോധിച്ചപ്പോൾ അദ്ദേഹം കാസ്റ്റ് അനിഹിലേഷൻ എന്ന് പറഞ്ഞ പുസ്തകമിറക്കി വ്യത്യസ്ത ഭാഷകളിൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ദർ ഈസ് നോ പ്യൂൺ നോ വാട്ടർ. സ്കൂളിൽ ഞാനും എൻ്റെ അനിയനും ഒരു റൂമിൻ്റെ ക്ലാസിൻ്റെ മൂലയിരിക്കുമ്പോൾ ചാക്കിലിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലെ വന്നാൽ 4 മണി വരെ വെള്ളം കുടിക്കണമെങ്കിൽ പ്യൂണ് ഉയരങ്ങളിൽ നിന്ന് പൈപ്പ് തുറന്നു വരികയും താഴെ കൈക്കുമ്പിൾ കാണിച്ചുകൊണ്ട് അതിൽ വെള്ളം കുടിക്കാനും ഭാഗ്യം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പ്യൂണില്ലെങ്കിൽ അന്ന് വെള്ളം കുടിക്കാതെ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകണമെന്ന ജാതീയതയുടെ കറുത്ത ഇരുണ്ട ആശയങ്ങൾക്ക് മുമ്പിൽ മാനവികതയുടെ വെളുത്ത ആശയങ്ങൾ ലോകത്തോട് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ഇസ്ലാം വാസ് സ്പ്രെഡ് ബൈ സ്പീഡ്, ഇറ്റ് സ്പ്രെഡ് ബിക്കോസ് ഇറ്റ് ടോട്ട് ദാറ്റ് ഹ്യൂമൻസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ദാർശനികന്മാരെ പ്രസവിച്ച ഇസ്ലാം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെയാണ് വിമോചനത്തിൻ്റെ എല്ലാവിധ തലങ്ങളും ഖുർആൻ നമ്മോട് പറഞ്ഞു വരുന്നത്. അത് അവസാനിപ്പിക്കുകയാണ്. മാനവികതയ്ക്ക്, ധാർമ്മികതയ്ക്ക്, ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എന്ന് ഈജിപ്ഷ്യൻ കവിയായ അഹമ്മദ് ഷൗഖി ലോകത്തോട് പറഞ്ഞ ഒരു വലിയൊരു പാട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ ഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത് ഫഇൻഹും ദഹബത് അഖ്ലാഖുഹും. ജനങ്ങളെന്ന് പറഞ്ഞ ധാർമ്മികതയോടുകൂടി ജീവിക്കുമ്പോഴാണ്. ധാർമ്മികതയും സംസ്കാരം പോകുമ്പോൾ സൊസൈറ്റി എന്ന പേര് പോലും ഭൂമിയിൽ ബാക്കിയുണ്ടാവുകയില്ല. സ്വലാഹു അംരിക ലല്ലഖലാഖി മർജിഉഹു. നിൻ്റെ ജീവിതത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അത് ധാർമ്മികതയെ റഫറൻസായി സ്വീകരിക്കുമ്പോഴാണ്. ഫഖവ്വിമിൻ നഫ്സ ബില്ലഖലാഖി തസ്തഖിം. ജീവിതത്തെ നിയതമായ രീതിയിൽ സഞ്ചരിപ്പിക്കുക ധാർമ്മികത കൊണ്ട്, എന്നാൽ എന്നും നേരെ ജീവിക്കാൻ കഴിയും. പടച്ചവൻ നമ്മെ ധർമ്മത്തിൻ്റെ വെളിച്ചത്തിൽ വിമോചനത്തിൻ്റെ തണലിൽ അതിൻ്റെ പാതയിൽ നിലനിർത്തുമാറാവട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊരെത്തിനോട്ടം നടത്തി നമ്മെ എന്താണ് വിമോചനമെന്നും വിമോചനത്തിനു വേണ്ടി ഈ സമൂഹത്തിൽ ആരൊക്കെ ഉദയം കൊണ്ടുവെന്നും
ചരിത്രത്തിൻ്റെ താളുകളിലൂടെ വർത്തമാനത്തിലേക്ക് എത്തിച്ച് ഈ അവസാന ഘട്ടത്തിലേക്ക് നാം അനുഭവിക്കുന്ന വിമോചനത്തിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് അല്ലാഹുവിൻ്റെ മാർഗമാണ്. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന തത്വം അവതരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹിമാൻ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ വിജ്ഞാനം നേടാനും അത് ഈ നാടിനും ഈ സമൂഹത്തിനും പ്രസരിപ്പിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പാനലിൻ്റെ ഡിസ്കഷൻ തുടങ്ങുകയാണ്. ഈ ലോകത്ത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. എല്ലാ വിശ്വാസങ്ങളും ആളുകളെ ക്ഷണിക്കുന്നത് വിമോചനത്തിലേക്കാണ്. പല വിശ്വാസങ്ങളിൽ കൃത്യമായി വിശ്വസിച്ചാൽ ശരിയായ വിശ്വാസിക്ക് വിമോചനമുണ്ടാകുമെന്ന് ആധുനിക സമൂഹം നമ്മുടെ ഭരണ നേതൃത്വവുമൊക്കെ പറയുമ്പോൾ എന്താണ് കൃത്യമായ വിശ്വാസം? എന്താണ് വിമോചനത്തിൻ്റെ വിശ്വാസം? എന്താണ് അന്ധവിശ്വാസം? ഇതൊരു നേരോ ലൈനുണ്ട് അവിടെ അതിൻ്റെ ഇടയിൽ. അത് നമുക്കൊന്ന് കൃത്യമായി പറഞ്ഞു തരാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹിമാൻ അബ്ദുൽ ലത്തീഫ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നിലേക്ക് വരും. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നത് വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ഒരു സമൂഹത്തിലാണ്. സ്വാഭാവികമായും അത്തരമൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏത് വിശ്വാസമാണ് ശരിയായ വിശ്വാസത്തെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് ചിലപ്പോഴെങ്കിലും മനസ്സിൽ തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി എങ്ങനെ യഥാർത്ഥ വിശ്വാസത്തെ വേർതിരിച്ച് മനസ്സിലാക്കാമെന്നുള്ള മാർഗദർശനം മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഇനി വരാനിരിക്കുന്ന ഏറ്റവും അവസാനത്തെ മനുഷ്യൻ വരേക്കും ആ ഒരു മാർഗദർശനം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ആളുകളുടെ സന്തോഷം അല്ലെങ്കിൽ അവരിൽ നിന്ന് എല്ലാവർക്കും തൃപ്തിയുള്ള ഒരു സമീപനം സ്വീകരിക്കാമെന്നതിൽ നിന്ന് വേണമെങ്കിൽ എല്ലാ ആശയങ്ങളും നല്ലതാണ്, എല്ലാം ശരിയാണ് എന്ന് പറയാം. അത് കേവലം ആ പറയുന്ന വാദം ശരിയായതുകൊണ്ടല്ല, മറിച്ച് എല്ലാവരെയും പ്രീതിപ്പെടുത്തുക, ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നൊരു തലത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ആശയങ്ങളും ശരിയാണെന്ന് പറയാൻ പറ്റും. എന്നാൽ 3 കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യന് പടച്ച റബ്ബ് അഖ്ല് നൽകി, ബുദ്ധി നൽകി. ആ ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിക്കണം. അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശരിയാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഏകദൈവ വിശ്വാസമായിരിക്കണം തൻ്റെ വിശ്വാസമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രവും, ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നും ആ ദൈവങ്ങളെയൊക്കെ ആരാധിക്കാമെന്നോ അതല്ലെങ്കിൽ ഏത് വിശ്വാസം സ്വീകരിച്ചാൽ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന വാദങ്ങളോ എല്ലാം ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടും ശരിയാണെന്ന് പറയാൻ നമ്മളുടെ ലോജിക്കിന് അക്കലിന് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായൊരു ഘടകം. നമ്മൾ ശരിയായ മാർഗമേത് എന്ന് തിരഞ്ഞെടുക്കുന്നതിൽ ഒന്ന്. രണ്ടാമത്തത് നഖലിയായി, അതല്ലെങ്കിൽ മനുഷ്യർക്ക് മാർഗദർശനം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളതായ വേദഗ്രന്ഥങ്ങൾ നമ്മളോട് സംവദിക്കുന്നുണ്ട്. അത് വായിക്കാനും പഠിക്കാനും അതിൽ പറയുന്ന ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ആശയങ്ങളെയും അതിൽ പഠിക്കുന്ന കാര്യങ്ങളെയും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി തട്ടിച്ചു നോക്കുവാനും അതിനെ താരതമ്യം ചെയ്യുവാനും വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, മനസ്സിലാക്കുക, നേരായ മാർഗമേത് എന്നത് കണ്ടെത്താനും അതിൽ ഊന്നി നിൽക്കുവാനും വേണ്ടി തൻ്റെ അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും അവനെന്താണ് ഏറ്റവും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വചനം ഇഖ്റ എന്ന, വായിക്കുക എന്ന്. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ആണ്. നമ്മൾ വരുന്നതിന് മുന്നേ ഇവിടെ മനുഷ്യന്മാരുണ്ട്, ലോകമുണ്ട്, ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ ചരിത്രങ്ങളുണ്ട്.
നമുക്ക് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളുണ്ട്. അതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് നേരായ മാർഗ്ഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. താങ്കൾക്ക് മുമ്പ് ഏതൊരു പ്രവാചകനെ അയച്ചിട്ടുണ്ടോ ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള സാക്ഷ്യവചനം പഠിപ്പിക്കാത്തൊരു പ്രവാചകനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇവിടെയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വിശ്വാസപരമായ പ്രത്യയശാസ്ത്രങ്ങളിൽ മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തിനും ലോകങ്ങൾക്കും ഏകനായ ഒരു സൃഷ്ടാവേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്നതായ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രമില്ല. അതാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതിന് പകരമായി നിങ്ങൾക്ക് പകരം വെക്കാനുള്ളത് എന്താണ്? ദൈവമില്ല എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെയാണോ? അതല്ല അനവധി ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെയാണോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല. അതായത് അവർ പറയുന്നത് പോലെ ധാരാളം ദൈവങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും അവരുടെ സൃഷ്ടിപ്പുമായി വേറെ വേറെ പോകുമായിരുന്നു. അതായത് ദൈവങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ദൈവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പലരും ആരാധിക്കുന്നത് പല ദൈവത്തെ, ആ ദൈവങ്ങളൊക്കെ ഓരോരുത്തരും അവനവൻ്റെ സൃഷ്ടിപ്പുമായി വേറെ വേറെ പോകുമായിരുന്നു എന്നാണ്. എന്നാൽ അവിടെയാണ് ഏകനായ സൃഷ്ടാവ് മാത്രമേയുള്ളൂ എന്നുള്ള പ്രത്യയശാസ്ത്രം ലോകത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഹിന്ദുമതമാണെങ്കിലും ക്രിസ്തുമതമാണെങ്കിലും മറ്റുള്ള ജൂതമതമാണെങ്കിലും ഈ മതത്തിൻ്റെയൊക്കെ ആശയങ്ങളിൽ നിങ്ങൾ ഊഴിനിറങ്ങി പഠിക്കുമ്പോൾ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവരുടെയൊക്കെ വേദഗ്രന്ഥങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നതായ ഒരു പ്രത്യയശാസ്ത്രമേ ഉള്ളൂ. അതായത് ഈ ലോകത്തെ സൃഷ്ടിച്ച ഏകനായ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതായ ഒരു ആശയം. അതുകൊണ്ടാണ് നസാറാക്കളോടും അവരെ ക്ഷണിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇന്ന് കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത, എല്ലാം ശരിയായിക്കൂടെ, സർവമത സത്യവാദം എന്നുള്ള ഒരു വാദം, അല്ലെങ്കിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. സത്യത്തിൽ മനുഷ്യൻ നന്നാകുക എന്ന് പറയുമ്പോൾ അവൻ്റെ വിശ്വാസതലം, അവൻ്റെ പ്രവൃത്തിതലം, സ്വഭാവതലം, സാമൂഹിക തലം, ധാർമ്മികമായ മൂല്യങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇതെല്ലാം എന്താകേണ്ടതുണ്ട്? ശരിയാകേണ്ടതുണ്ട്. അവിടെയാണ് നമുക്കും നിങ്ങൾക്കും ഇടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം, ഏകനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. ഇനി ഇതിൽ നിന്ന് മനുഷ്യൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്നെ ചില സമയങ്ങളിൽ ഒളിച്ചോടാൻ വേണ്ടി ചിലപ്പോൾ എല്ലാം ശരിയാണ്, അതുകൊണ്ട് ഏത് നിലപാട് സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലുള്ള ചിന്തകളിലേക്ക് പോകാറുണ്ട്. അതല്ലെങ്കിൽ നമുക്കറിയാം, ഒരു പേന പോലും അല്ലെങ്കിൽ ഒരു ചെറിയ മൊബൈൽ പോലും ഒരാൾ അതിന് പിന്നിൽ വർക്ക് ചെയ്യാതെ ഉണ്ടാകുകയില്ല എന്ന് വിശ്വസിക്കുന്ന അതേ മനുഷ്യൻ ഇത്രയും സങ്കീർണമായ മനുഷ്യനും അതേപോലെ തന്നെ ഇവിടെയുള്ള ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും ആ പ്രപഞ്ചത്തിലുള്ള പ്രാപഞ്ചിക സത്യങ്ങളൊക്കെ കേവലം വെറുതെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കുക അവനൊരു പ്രശ്നമില്ല. നിങ്ങളൊന്നല്ല, ഏറ്റവും വലിയ വിഡ്ഢിത്തൽ ലോകത്ത്. അതായത് ഒരു ചെറിയ വസ്തു പോലും അതിന് പിന്നിലൊരാൾ കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമേ അത് ഉണ്ടാകുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾ പ്രാപഞ്ചികമായി ഈ പറയുന്ന അതിസങ്കീർണമായ മനുഷ്യരാകട്ടെ മറ്റ് ജീവജാലങ്ങളാകട്ടെ എല്ലാം വെറുതെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളിലേക്ക് പോവാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാർമ്മിക മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിലക്കുകളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യനെ ഒളിച്ചോടാൻ എളുപ്പം എന്താ? അങ്ങനെ ധാർമ്മിക വിധി വിലക്കുകളൊന്നും ഇല്ല എന്ന് പറയാം, നിയമങ്ങളില്ല എന്ന് പറയാം, അതേപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരേണ്ടതില്ല എന്ന് പറഞ്ഞ് അവിടെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ പറഞ്ഞതുപോലെ എല്ലാം ശരിയാണ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കുകയും കൃത്യമായി വിശുദ്ധ ഖുർആനിൽ അതിൽ പ്രാപഞ്ചികമായ സത്യങ്ങളെക്കുറിച്ച് പറയുന്നു. നമുക്ക് ശാസ്ത്രീയ തലങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ചരിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് സത്യസന്ധമായി നേർമാർഗത്തിലെത്തണമെന്നാണ് ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്. അവന് പടച്ച റബ്ബ് മാർഗം കാണിച്ചു കൊടുത്തിരിക്കും എന്നുള്ളതാണ്. വല്ലാഹു തആല അഅലം. ശരിയായ വിശ്വാസത്തിന്
ബുദ്ധി ഉപയോഗിച്ച് പ്രമാണങ്ങളിലൂടെ പഠിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. സഹോദരങ്ങളെ, വിമോചനം എന്ന പേരിൽ ഇവിടെ വന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശരിയായ വിമോചനമല്ല എന്നും, എന്നാൽ അതിൽ നിന്നൊക്കെ വേർതിരിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന പല ആത്മീയ സദസ്സുകളും നമ്മുടെ വിമോചനത്തിൻ്റെ മാർഗമായി നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരാറുണ്ട്. അത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ഓടുന്ന കൂട്ടത്തിൽ പലപ്പോഴും ജാറങ്ങളുണ്ടാകാം, പല ധ്യാന കേന്ദ്രങ്ങളുണ്ടാകാം, പലതുമുണ്ടാകാം. എന്നാൽ അവിടെയൊന്നും ചെന്നാൽ നമുക്ക് കൃത്യമായ വിമോചനം കിട്ടുന്നില്ല എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ എന്താണ് ഇസ്ലാം സമർപ്പിക്കുന്ന ശരിയായ പരിഹാരമാർഗം എന്ന് ബഹുമാന്യനായ അഷ്റഫ് ഗരൂൽ നമുക്ക് വിവരിച്ചു തരും. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, സമകാലിക സമൂഹത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു ദുരന്തമാണ് ആത്മീയതയുടെ പേരിലുള്ള ചൂഷണങ്ങൾ. വിമോചനം, രോഗശാന്തി, പ്രശ്നപരിഹാരം തുടങ്ങിയൊക്കെ ആകർഷകമായ പേരിലാണ് ആളുകളെ മയക്കി ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ വളരെ ആകർഷകമായി തോന്നുന്ന ഈ സദസ്സുകൾ പിന്നീട് സാമ്പത്തികവും മാനസികവുമായ ചൂഷണ കേന്ദ്രങ്ങളായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്? അതിൻ്റെ ഉത്തരം ഒന്ന്, പെട്ടെന്നുള്ള പരിഹാര മാർഗങ്ങളാണ് ആളുകൾക്ക് വേണ്ടത്. സാമ്പത്തികമോ ആരോഗ്യമോ ആയ പ്രതിസന്ധികൾക്ക് യഥാർത്ഥ പരിഹാരം കാണുന്നതിനേക്കാളും അത്ഭുതങ്ങളിലൂടെയുള്ള ഇൻസ്റ്റാൻറ്റ് പരിഹാരങ്ങളാണ് അവർക്ക് വേണ്ടത്. ഈ മാനസിക ദൗർബല്യത്തെയാണ് ആത്മീയ കേന്ദ്രങ്ങൾ ഒന്ന് ചൂഷണം ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഇടനിലക്കാരെയോട് തേടുന്ന ഒരു പ്രവണതയുണ്ട്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം പുണ്യവാളന്മാർ വഴിയോ ആത്മീയ വ്യാപാരികൾ വഴിയോ ഒക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അവർ വിചാരിക്കുന്നു. ഇത് യഥാർത്ഥ തൗഹീദിൻ്റെ അടിത്തറയിലുള്ള അറിവില്ലായ്മയാണ്. അതേപോലെ തന്നെ വൈകാരികമായ ചൂഷണമാണ്. സത്യത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഭയവും നിസ്സഹായതയും അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മനഃശാസ്ത്രം അപ്പോൾ വളരെ ദുർബലമായിരിക്കും. ഈ ദുർബല വൈകാരികതയെയാണ് ആത്മീയ കേന്ദ്രങ്ങൾ ചൂഷണം ചെയ്യുന്നത്. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇസ്ലാമികമായ പരിഹാരം എന്താണ്? ഒന്ന്, ഖുർആനും സുന്നത്തും സലഫുസ് സാലിഹീങ്ങളുടെ ജീവിതവും ഇതിന് കൃത്യമായ പരിഹാരം നൽകുന്നുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവുമായുള്ള നേരിട്ടുള്ള ബന്ധമാണ്. ഇസ്ലാം പറയുന്നത് ഒരു അടിമയ്ക്ക് എന്തു പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നതാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവനോട് ഏറ്റവും അടുത്തവനാണെന്ന് പറയുക മാത്രമല്ല, എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു അടയാളന്മാരുമില്ലാതെ ഏതൊരടിമക്കും എന്നോട് പ്രാർത്ഥിച്ചാലും ഞാൻ ഉത്തരം നൽകും. ഇത് ഖുർആൻ പറയുന്ന പരിഹാരമാണ്. രണ്ടാമത്തേത് നബിചര്യയെ മുറുകെ പിടിക്കുക എന്നതാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ച ആത്മീയത എന്ന് പറയുന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തവും ലളിതവുമാണ്. അതിൽ നിഗൂഢ രഹസ്യങ്ങളോ ചൂഷണങ്ങളോ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഇദാ സഅൽത ഫസ്അലില്ല വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്ക്. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. ഇതേപോലെ മുൻഗാമികളുടെ ജീവിത മാതൃകകൾ നോക്കൂ. സഹാബികൾക്ക് കൊടിയ ദാരിദ്ര്യവും രോഗങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും അതിൽ നിന്നുള്ള വിമോചനത്തിനായി പുതിയ ആത്മീയ സദസ്സുകൾ ഉണ്ടാക്കുകയോ അമാനുഷികരെ തേടിപ്പോവുകയോ അല്ല ചെയ്തത്. മറിച്ച് അവർ തവക്കുൽ വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ അവർ ക്ഷമ കൈക്കൊണ്ടു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരു അടിമക്ക് അള്ളാഹു പോരെ എന്ന ഖുർആനിക വചനം അവർക്ക് താങ്ങ് നൽകി. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ മതിയാകുന്നതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതുപോലുള്ള ആയത്തുകൾ ഒരു സത്യവിശ്വാസിക്ക് പൂർണ്ണമായി മതിയാകുന്നതാണ്. ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, യഥാർത്ഥ വിമോചനം എന്ന് പറയുന്നത് വ്യക്തികളിലൂടെയോ വ്യാജ സദസ്സുകളിലോ അല്ല, മറിച്ച് പ്രപഞ്ചനാഥനായ അള്ളാഹുമായുള്ള ബന്ധത്തിലൂടെയാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വനിത വരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്വർഗ്ഗക്കാരിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ ഒരു പെണ്ണ് കടന്നു വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ സ്ത്രീ ഒരിക്കൽ നബിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ
എനിക്ക് അപസ്മാരത്തിൻ്റെ രോഗമുണ്ട്, അത് മാറാൻ താങ്കൾ പ്രാർത്ഥിക്കണം. അപസ്മാരം ഉണ്ടാകുമ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ പുറത്തു പോയി എൻ്റെ നഗ്നത കാണാറുണ്ട്. അപ്പം നബി അവരോട് ചോദിച്ചത്, നീ ക്ഷമിക്കുകയാണെങ്കിൽ പകരം ഞാൻ അള്ളാഹു നിനക്ക് സ്വർഗം തരും. അതല്ല, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സ്ത്രീ എന്താ തിരഞ്ഞെടുത്തത്? ശാരീരികമായ സൗകര്യത്തെയല്ല, മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർ ക്ഷമിക്കാൻ തയ്യാറായി. അവർ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു കൊള്ളാം, ശമനത്തിന് പ്രാർത്ഥിക്കണ്ട, മറിച്ച് എൻ്റെ നഗ്നത വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കണം. ഇതാണ് അവരുടെ ആ മാതൃക എന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഇത്തരം ഒരു അസുഖം നമ്മൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് നമ്മ പല സലഫുകളുടെ അടിത്തറയുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബങ്ങളിലെ പുതിയ തലമുറകൾ പോലും ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ തേടിപ്പോകുന്ന ദുഃഖകരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയും അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൃഷ്ടാവായ അള്ളാഹുവിന് പൂർണ്ണമായി അടിമപ്പെടുന്ന ഒരാളെയും ഒരു വ്യാജ ആത്മീയ കേന്ദ്രങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. മനുഷ്യർക്ക് തന്നെ അടിമകളാക്കുന്ന ഈ വ്യാജ ആത്മീയ കേന്ദ്രങ്ങളിലേക്കല്ല നാം ഓടേണ്ടത്, മറിച്ച് സർവ്വലോകങ്ങളുടെയും നാഥനായ അള്ളാഹുവിലേക്കാണ്, ഖുർആനിലേക്കും പ്രവാചക ചര്യകളിലേക്കും നാം മടങ്ങുക. കാരണം യഥാർത്ഥ വിമോചനം എന്നത് മനുഷ്യരിൽ നിന്നുള്ള വ്യാമോഹങ്ങൾ അവസാനിപ്പിച്ച് അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കുക എന്നതാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അലം. സഹോദരങ്ങളെ, യഥാർത്ഥ ആത്മീയത ഏറ്റവും അടുത്തിരിക്കുന്ന റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്, പ്രവാചകൻ്റെ ചര്യയാണ്. അതിലൂടെ ആണ് സമാധാനം ലഭിക്കുക, വ്യക്തിപരമായ സമാധാനം ലഭിക്കുക. അള്ളാഹു മുഹമ്മദനായ അഷ്റഫെ ഗറൂലിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസം, ഏകദൈവ വിശ്വാസം, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഷിർക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. ഷിർക്കിൻ്റെ അപകടങ്ങൾ അത് ഭൗതികമായുണ്ടാകാം, പാരത്രികമായുണ്ടാകാം. മതത്തിൻ്റെ അതിർവരമ്പുകളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത വളരെ പെട്ടെന്നാണ്. കറുത്ത പാറക്കെട്ടുകൾക്കുള്ളിലൂടെ ഉറുമ്പരിച്ചു വരുന്നത് പോലെ വിശ്വാസികളെ, നിങ്ങളിലേക്ക് ഷിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഷിർക്ക് വന്നു പോയാൽ സഹോദരങ്ങളെ, നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ അത് ചെറുതല്ല. ആ അപകടത്തിൻ്റെ ഭീകരതയിലേക്ക്, അതിൻ്റെ ഭയാനകതയിലേക്ക്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷഫീഖ് മോങ്ങം നമ്മെ ശ്രദ്ധ ക്ഷണിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ തൗഹീദാണ് എന്നതുകൊണ്ട് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ശിർക്കിൻ്റെ മാർഗത്തിലേക്ക് പോകുമ്പം ഒന്നാമതായിട്ട് അവന് നഷ്ടപ്പെടുന്ന, ഇഹലോകത്ത് തന്നെ നഷ്ടപ്പെടുന്നത്, അവൻ ലക്ഷ്യബോധമില്ലാത്തവനാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമേ ഒരാൾക്ക് മാനസികമായിട്ട് ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഷിർക്കിലെത്തുന്നതോടെ ദുനിയാവിലെ സമാധാനം നഷ്ടപ്പെടും. അതുപോലെ തന്നെ നിർഭയത്വം, അത് തൗഹീദുള്ളവർക്ക് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്കുള്ളതാണ് ഈ ലോകത്ത് അംന്, സുരക്ഷിതത്വം അല്ലെങ്കിൽ നിർഭയത്വം എന്ന് പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഇഹലോകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളൊന്നും ഷിർക്കിലെത്തുന്നതോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. മാനസികമായിട്ട് നമ്മളൊരു ലക്ഷ്യബോധമില്ലാത്ത, അതുപോലെ തന്നെ സമാധാനമില്ലാത്ത, അതുപോലെ തന്നെ നിർഭയത്വമില്ലാത്ത ഒരു മനുഷ്യനായി ജീവിക്കേണ്ടി വരും. ഇനി പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടു, നരകത്തിൽ അവന് ശാശ്വതനാണ്, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല, അതുപോലെ തന്നെ ശുപാർശക്ക് പോലും ഷിർക്കുള്ള ഒരാൾ അർഹനാവുകയില്ല. ഏറ്റവും അന്തിമമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നമ്മൾ ഒരു മാസം ജോലി ചെയ്തിട്ട് അവസാനം ശമ്പളമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ചിട്ട് കൊടുത്ത് ഒരുപാട് പണിയെടുത്തിട്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങളെടുത്ത പണിയൊക്കെ ബാത്തിലായി എന്ന് പറയുന്ന അവസ്ഥ ആയിരിക്കും
ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അമ്പിയാക്കളെ വിളിച്ചുകൊണ്ട് പോലും പറഞ്ഞത്, നിങ്ങൾ ശിർക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ അമലുകളും ബാത്തിലായി പോകും എന്നുള്ളതാണ്. ഇതിൻ്റെ കാതലായിട്ടുള്ള വശം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്നത് അത് വലിയ ഒരു അക്രമം, വമ്പിച്ച ഒരു അക്രമം തന്നെയാണ്. മഹാനായ ഇബ്നു അബിൽ ഇസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ലമു ദുൽമി അലൽ ഇത്ലാഖി അശ്ശിർക്ക്. ദുൽമുകളിൽ, അക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ശിർക്കാണ്. വഅഅദലുൽ അദ്ലി അത്തൗഹീദ്. പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യം എന്ന് പറയുന്നത് തൗഹീദും. അപ്പോൾ ചെറിയ അക്രമങ്ങൾ കൊണ്ട് തന്നെ പരലോകങ്ങളിൽ നഷ്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഏറ്റവും വലിയ അക്രമം ചെയ്തുകൊണ്ട് യാതൊരു നേട്ടവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വേറെ പറയേണ്ടതില്ല. ബാറക്കല്ലാഹു ഫീക്കും. അആദനല്ലാഹു വഇയ്യാകും മിനദ്ദുൽമിൽ അദീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഷിർക്ക് കൊണ്ടുണ്ടാകുന്ന വലിയ പ്രയാസങ്ങൾ, അപകടങ്ങൾ നമുക്ക് ഈ ഇഹപര ജീവിതത്തിലെ സമാധാനവും ശാന്തിയും സുരക്ഷിതത്വവും നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് ശാശ്വതമായ നരകത്തിൻ്റെ പാത്രമായി പോകും. അതുകൊണ്ട് ആ ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും ശാസ്ത്രലോകം, നമ്മുടെ ആധുനിക ചില മെൻ്റലിസ്റ്റുകൾ, ആധുനികന്മാരായ ചില സൈക്കോളജിസ്റ്റുകൾ ഒക്കെ നമ്മുടെ മുന്നിൽ വന്ന് പറയും, കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ, ശാസ്ത്രീയ തത്വങ്ങളിലൂടെ, ശാസ്ത്രീയ ചലനങ്ങളിലൂടെ പോയാൽ നമുക്ക് സമാധാനം ലഭിക്കും, ശാന്തി ലഭിക്കും, നമ്മുടെ സമൂഹത്തിന് പ്രയാസങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അതാണ് ശരിയായ വിമോചനത്തിൻ്റെ മാർഗം, അല്ലാതെ മറ്റ് വിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നതല്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാറുണ്ട്. എന്താണ് ഇസ്ലാമിന് ഈ വിഷയത്തിൽ നമ്മോട് പറയാനുള്ളത്? എന്താണ് ഇസ്ലാമിന് സമൂഹത്തോട് പറയാനുള്ളത്? ബഹുമാന്യനായ അബ്ദുറഹിമാൻ തങ്ങൾ നമുക്കതിൻ്റെ ഒരു മറുപടി തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശാസ്ത്രം മനുഷ്യ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ നൽകുന്നു. അതിലപ്പുറം ശാസ്ത്രത്തിലൂടെയാണ് വിമോചനം സാധ്യമാകുന്നത്. മതങ്ങൾ ഇവിടെ ശാസ്ത്രത്തിനപ്പുറം നിർവഹിക്കാനൊന്നുമില്ല എന്നതാണ് ചോദ്യത്തിൻ്റെ പൊരുൾ. ചോദ്യത്തിൽ രണ്ട് അബദ്ധങ്ങളാണുള്ളത്. ഒന്ന്, ശാസ്ത്രം പുരോഗതിയാണ്, പക്ഷെ വിമോചനമല്ല. മതം ശാസ്ത്രത്തിന് വിരുദ്ധവുമല്ല, എന്നാൽ പുരോഗതിക്ക് വിരുദ്ധമല്ല, എന്നാൽ അതിലപ്പുറം വിമോചനത്തിൻ്റെ അർത്ഥശാസ്ത്രവുമാണ്. ശാസ്ത്രമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സ്പെരിമെൻ്റൽ നോളജിലൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അന്വേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഫാലസികൾ കടന്നു വന്ന് ഹൈപ്പോത്തസിസിലൂടെ എത്തി ഫാക്റ്റിലേക്ക് എത്തുമ്പോഴാണ് ശാസ്ത്രത്തിന് അതാണ് എന്ന് പറയാൻ കഴിയുന്നത്. സൂര്യന് 4 തരം ചലനങ്ങളുണ്ട് എന്ന് പറയാൻ നൂറ്റാണ്ടുകൾ ശാസ്ത്രത്തിനെടുത്തിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഒരു വിഷയം പറയും തന്നെ ശാസ്ത്രത്തിന് ഒരുപാട് കടമ്പകളുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രം വിമോചനമല്ല എന്ന് പറയാൻ നാം തയ്യാറാകുന്നത് ശാസ്ത്രം ഒന്നിൻ്റെയും അവസാന വാക്കുകളല്ല എന്നാണ്. അവസാന വാക്കുമെന്ന് മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ കണ്ണാടിയിൽ ചില വസ്തുക്കൾ വ്യക്തമല്ല. ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ ലബോറട്ടറികളിൽ ചിലത് അന്യമാണ്. അതിൽ ഒന്ന് ദൈവമാണ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് വിസിബിൾ. രണ്ടാമത്തത് ജിന്നുകളാണ്, മലക്കുകളാണ്, ശൈത്താനാണ്, പിശാച്ചാണ്, ധർമ്മമാണ്, സത്യമാണ്. ഇതൊന്നും ശാസ്ത്രത്തിൻ്റെ പരീക്ഷണശാലയിൽ വ്യക്തമല്ലാത്തതുകൊണ്ട് തന്നെ സോഷ്യൽ ഡാർവിനിസം പറയുന്ന പോലെ സത്യവും അസത്യവുമൊക്കെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഒരു സമയത്തനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ടെർമിനോളജി ഉണ്ട്, സയൻറ്റിസം എന്നാണ്, ശാസ്ത്രവാദം. അതായത് ഏത് കാര്യം ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയണം. അതുകൊണ്ടാണ് ഗോഡ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിശാച്ചെന്ന ആശയമില്ല, മാലാഖമാരില്ല എന്ന് പറയുന്നതാണ്. ഇല്ല എന്ന് പറയാൻ ശാസ്ത്രത്തിന് തെളിവൊന്നുമില്ല, ഉണ്ട് എന്ന് പറയാനേ ശാസ്ത്രം തെളിവ് നോക്കുന്നുള്ളൂ.
അപ്പോൾ ഇല്ല എന്ന് പറയുന്ന വിഷയങ്ങളാണ് മതം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ഇസ്ലാം ഇവിടെ ശാസ്ത്രത്തിന് എതിരല്ല. ഒന്നതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. സയൻസ് ഔസ് എ ഗ്രേറ്റ് ഡീൽ ടു അറബ് കൾച്ചർ എന്ന് ലോകത്ത് പ്രഖ്യാപിച്ചത് ദ മേക്കിംഗ് ഓഫ് ഹ്യൂമാനിറ്റി, അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബിന്യത്തുൽ ഇൻസാൻ, മാനവികതയുടെ നിർമ്മാണം എന്ന് പറഞ്ഞ അത്ഭുതം സൃഷ്ടിച്ച ഗ്രന്ഥത്തിൽ ബ്രിഫേൾട്ട് വിശദീകരിക്കുന്നുണ്ടത്. സയൻസ് ഈസ് മോസ്റ്റ് മൊമെൻറ്റസ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് ബൈ ദ അറബികളാൽ നൽകിയ ഒരു വളരെ മൊമെൻറ്റസ് കോൺട്രിബ്യൂഷനാണ് ശാസ്ത്രം എന്നുള്ളത്. അവസാനമായി നമുക്കറിയാം, യുക്തിവാദത്തിൻ്റെ തലതൊട്ടപ്പനായ ബർട്രാൻഡ് റസ്സൽ അദ്ദേഹത്തിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫിയിൽ പോലും എഴുതി വച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദൻസ് ആർ മോർ സിവിലൈസ്ഡ് മോർ ദാൻ ക്രിസ്ത്യൻ എന്നാണ്. ക്രിസ്ത്യാനികളെക്കാളും ഒരുപാട് സിവിലൈസ്ഡാണ് മുസ്ലിങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ശാസ്ത്രത്തിന് ഇസ്ലാം ഒന്നും ഒരു കാലത്തും ഇതല്ല. ഖുർആനിലെ 41-ാം അധ്യായത്തിൽ 51-ാമത്തെ വചനം, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. പടച്ചവനിലേക്കുള്ള മാർഗം, പടച്ചവൻ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ശാസ്ത്രീയ പഠനങ്ങൾ അനിവാര്യമാണ്. ഖുർആൻ 87-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ ഫദക്കിർ ഇന്നമ അൻത മുദക്കിർ എന്ന് പറയുമ്പോൾ 4 ശാസ്ത്രവചനങ്ങൾ അവിടെ പറയുന്നുണ്ട്. നീ പ്രബോധനം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അഫല യൻദുറുന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തെ നോക്കി സോളജി പഠിക്കണം എന്ന് പറയുന്നു. വഇല സമാഇ കൈഫ റഫഅത്, ആകാശത്തെ നോക്കി ആസ്ട്രോണമി പഠിക്കണമെന്ന് പറയുന്നു. വഇലൽ ജിബാലി കൈഫ നുസിബത്ത്, പർവ്വതങ്ങളെ നോക്കി എർത്ത് സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൗണ്ടനെ പറ്റി പഠിക്കണം എന്ന് പറയുന്നു. വൈലൽ അർലി കൈഫ സുത്തിഹത്ത്, ജിയോഗ്രഫിക്കപ്പുറം ജിയോളജി പഠിക്കണമെന്ന് പറയുന്നു. എന്നിട്ടാണ് പറഞ്ഞത് ഫദക്കിർ ദഅവത്ത് ചെയ്തോളൂ. ലോകത്തെ ഏതെങ്കിലും ഒരു മതം എങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ വഫി അംഫുസിക്കും, ശാരീരശാസ്ത്രം പോലും മനുഷ്യന് മുമ്പിൽ അഫല തുബ്സിറൂൻ, പഠനത്തിന് വേണ്ടി വെക്കുകയാണ് ഖുർആൻ 51-ാം അധ്യായം സൂറത്ത് ദാരിയാത്തിലൂടെ. അപ്പോൾ എല്ലാ വിഷയത്തിലും കൃത്യമായി നിർദ്ദേശങ്ങളാണ് ഖുർആനും ഇസ്ലാമും ഒക്കെ നൽകുന്നത്. ഒന്നിനെയും നിരാകരിച്ചിട്ടില്ല, എല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ചരിത്രത്തിൽ ഇന്ന് വായിക്കുന്ന, ഇന്ന് ഉപയോഗിക്കുന്ന ഈ മെഡിക്കൽ സയൻസിൽ പോലുമുള്ള ഒരു ഇബ്നു സീന ഇല്ലായിരുന്നുവെങ്കിൽ ദർ ഈസ് നോ കൺസെപ്റ്റ് ഇൻ ദ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രന്മാരാണ്. ഇബ്നു ഹസം ഇല്ലെങ്കിൽ ഓപ്താൽമോളജി എന്ന ശാസ്ത്രമില്ല എന്നുള്ളതാണ്. ഗ്രഹങ്ങളെപ്പറ്റി നിരീക്ഷണം നടത്തുന്ന മെഗല്ലൻ്റെ ലോകസഞ്ചാരത്തിന് പാഠം നൽകിയത് മുസ്ലിം സയൻറ്റിസ്റ്റുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ചരിത്രത്തെ അപഗ്രഥനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ചുരുക്കത്തിൽ മതം, പ്രത്യേകിച്ച് ഇസ്ലാം, ശാസ്ത്രത്തിനെതിരല്ല. മാത്രമല്ല ശാസ്ത്രം മനുഷ്യൻ്റെ വിമോചനത്തിനുള്ള ടൂളുമല്ല. അത് ഇന്ന് മാറും, നാളെ വരും. എന്നാൽ ശാസ്ത്രീയ പുരോഗതികളെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ഉപയോഗിക്കുകയും മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും മുസ്ലിങ്ങളുടെ ജ്ഞാനാന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്നും കൂടി ബോധ്യപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശാസ്ത്രം അത് പരിപൂർണമായ അറിവല്ല, മനുഷ്യൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സ്വായത്തമാക്കുന്ന അറിവ് മാത്രമാണ് ശാസ്ത്രം. അതുകൊണ്ട് തന്നെ അതിന് അപൂർണതകളുണ്ട്, അത് അപൂർണമാണ്. അതുകൊണ്ട് പൂർണ്ണമായ അറിവ് അത് മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്നുള്ള അറിവാണ്. ആ അറിവൊരിക്കലും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കോ ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കോ അതിലൂടെ അറിവ് തേടുന്നതിനോ എതിരല്ല, മറിച്ച് അത് സ്രഷ്ടാവിലേക്ക് എത്താനുള്ള മാർഗങ്ങളിലൊന്നു മാത്രമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി അബ്ദുറഹ്മാൻ തങ്ങൾ. ഇനി സഹോദരങ്ങളെ, പലപ്പോഴും കുറേ അരുതുകളുടെ വേലിക്കെട്ടുകളാണ് മതചിട്ടകളെന്നും അങ്ങനെയുള്ള അതിർവരമ്പുകൾ ഭേദിച്ച് സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കുകയും തനിക്ക് യുക്തമെന്ന് തോന്നുന്നതാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്ന ചില യുക്തിവാദികൾ മനുഷ്യൻ്റെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മുക്തിയിലേക്ക് മാറാനുള്ള മാർഗം ഇതാണെന്ന് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോൾ അതല്ല ശരി എന്ന് പറയുന്നിടത്താണ് പലപ്പോഴും ഇസ്ലാമും ഇസ്ലാമിൻ്റെ പ്രബോധകരുമുള്ളത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നമ്മുടെ പ്രിയപ്പെട്ട ഷഫീഖ് മോഹം നമുക്കതിന് ഉത്തരം നൽകും എന്ന് പ്രതീക്ഷിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. പൊതുവെ യുക്തിവാദികളും അതുപോലെ തന്നെ മോഡേൺ
നിയോ ലിബറലിസത്തിൻ്റെ ആളുകളൊക്കെ മുന്നോട്ട് വെക്കാറുള്ള, സാധാരണ പറയാറുള്ള, കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകളാണ്. മനുഷ്യർ തമ്മിൽ ഐക്യപ്പെടാനും അതുപോലെ തന്നെ വർഗീയതക്ക് എതിരായി നിൽക്കാനും ഒക്കെ നിങ്ങൾ മതം ഉപേക്ഷിച്ചിട്ട് വരികയാണ് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ നമ്മൾ ഐക്യപ്പെടുക എന്നുള്ള ഈ ഐക്യം എന്നുള്ള വേർഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐക്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ വേണമെങ്കിൽ എല്ലാവരും മതം ഉപേക്ഷിച്ചാൽ ആ ഒരു വിഷയത്തിൽ ഐക്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് മനുഷ്യനൊരു നേട്ടം കിട്ടാനില്ല. കാരണം നമ്മൾ ഐക്യം എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന കുറേ പോസിറ്റീവ് വശങ്ങളുണ്ട്. ഐക്യപ്പെടുക എന്ന് പറയുമ്പം പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി, പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് ഐക്യപ്പെട്ട് നിൽക്കുക എന്ന് പറയുമ്പം അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ യുക്തിവാദം കൊണ്ടോ അതല്ലെങ്കിൽ ലിബറലിസം കൊണ്ടൊന്നും ഇപ്പറഞ്ഞ ഐക്യവും സമാധാനവും ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ അവർ പറയുന്നത് വെറും തള്ളു മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് സാധ്യമാകണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് മനുഷ്യനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, വിവേചനങ്ങളില്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മൊറാലിറ്റി നിർബന്ധമാണ്. ധാർമ്മിക ബോധം എന്ന് പറയുന്നത് നിർബന്ധമാണ്. അപ്പോൾ ധാർമ്മിക ബോധമില്ലാതെ ഇത് സാധ്യമല്ല. ഈ നേരത്തെ പറഞ്ഞ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും മോറലി ന്യൂട്രലാണ്. അതായത് രണ്ടും ധാർമ്മിക വിഷയങ്ങളിൽ ശരിയാണ് തെറ്റാണ് എന്ന് പറയാൻ സാധ്യമാകുന്ന പ്രത്യയശാസ്ത്രങ്ങളല്ല. ഒരു കാര്യം ഇന്ന കാര്യം ശരിയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം തെറ്റാണ് എന്ന് തീർത്ത് പറയുക സാധ്യമല്ല. അവർ പൊതുവെ പറയാറുള്ളതുമാണ്, ഞങ്ങളുടെ തിയറികളൊക്കെ അത് ചേഞ്ചബിളാണ്, അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള തിയറി അല്ല, അത് മാറ്റങ്ങൾ വരാം. അവിടെ തന്നെയാണ് പ്രശ്നവും. ഒരു വിഷയം അൾട്ടിമേറ്റ്ലി ഇത് ട്രൂ ആണ്, ഇതൊരു സത്യമാണ്, ശരിയാണ് എന്ന് പറയാൻ സാധിക്കാതെ, ഇത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കാതെ മനുഷ്യനെ ഐക്യപ്പെട്ടു എന്നുള്ളൊരു വേർഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ടെന്നില്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇപ്പോൾ യുക്തിവാദം എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, യുക്തിവാദം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പൊതുവെ ദൈവമില്ല എന്നുള്ളൊരു വാക്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു വാക്ക് മാത്രമേ അവിടെ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു വേർഡിൻ്റെ കീഴിൽ ഈ ഒരു യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന് പറയുന്ന ഒരാൾ അവരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ഇവനൊക്കെ ഈ വേർഡ് എന്താ, ഈ പേരവിടെ ആപ്റ്റാണ്, യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. അവിടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാതെ ജീവിച്ചാലും അവനെന്താണ്, അവൻ യുക്തിവാദി തന്നെയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, ഇന്നത്തെ ഖുത്ബയിൽ പോലും നമ്മൾ കേട്ട ഈ മര്യാദകളെക്കുറിച്ചും പരസ്പര സഹകരണത്തെക്കുറിച്ചും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടുന്നതിനെക്കുറിച്ചും പെരുമാറുന്നതിനെക്കുറിച്ചൊക്കെ. ഇനി ലിബറലിസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ മറ്റവൻ്റെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം, പേഴ്സണൽ ചോയ്സ്, അതായത് വേറുള്ളവർക്കൊന്നും ഹാനികരമല്ലാത്ത എന്തും ചെയ്യാം എന്നുള്ള ഒരു തിയറി വെച്ചുകൊണ്ടും ഈ ഒരു തിയറി വെച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ആളുകൾ സ്വാർത്ഥതയുള്ളവരായി മാറുക എന്നല്ലാതെ അതിൻ്റെ പൊതുവെയുള്ള റിസൾട്ട് അങ്ങനെയാണല്ലോ. അതായത് എനിക്കിഷ്ടമുള്ള എന്തും ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയ ഫേമസ് ആയിട്ടുള്ള ലിബറൽ ചിന്താഗതിക്കാരൻ പറഞ്ഞു കേട്ടല്ലോ, ഒരു ബസ്സിൽ പോകുന്ന സമയത്ത് പ്രായമായ ഒരാൾ വന്നാൽ ഞാൻ അവിടുന്ന് നീച്ചു കൊടുക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ വേണമെങ്കിൽ നീച്ചു കൊടുക്കും, ഞാൻ നീച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ രൂപത്തിൽ എന്താണ് ബലാത്സംഗം നോർമലായിട്ടുള്ളൊരു നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ബലാത്സംഗം ചെയ്യുമോ ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഏത് ലിബറലായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇങ്ങനെ യാതൊരു ഉളുപ്പില്ലാതെ കാര്യങ്ങൾ പറയാമെന്നല്ലാതെ, വെറും ബ്ലണ്ടേഴ്സ് തട്ടിവിടുക എന്നല്ലാതെ, ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കുമ്പോൾ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതുപോലെ സോഷ്യലിസ്റ്റൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന മൂലധനം ഇല്ലാതായ ലോകത്ത് മൊത്തം സമത്വവും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും എന്ന് പറഞ്ഞ ഉട്ടോപ്യൻ സ്വപ്നങ്ങളെപ്പോലെ വെറും ബ്ലണ്ടേഴ്സ് മാത്രമാണ് ഇത് എന്ന് നമുക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുക്തിവാദം, അത് ലിബറലിസം, ഇതൊന്നും പരിപൂർണതയിലെത്തുന്നില്ല. മനുഷ്യൻ്റെ സമാധാനത്തിന് അല്ലെങ്കിൽ ഐക്യത്തിന് അത് ഗുണകരമാകാത്തത് അവർക്കാർക്കും ധാർമ്മികമായ ഒരു തലങ്ങളിൽ കൃത്യമായ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാണ് ബഹുമാന്യനായ ഷഫീഖ് മോഹൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പറയപ്പെടാറുള്ള ഒരു കാര്യം, അറിയപ്പെടാറുള്ള ഒരു കാര്യം, നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു കാര്യം, വിശ്വാസികൾ, അതാണ് വിശ്വാസമാണ്, യഥാർത്ഥ വിശ്വാസമാണ്, അഥവാ ദീനാണ്
യഥാർത്ഥ മോചനത്തിൻ്റെ മാർഗം എന്ന് പറയുകയും അതിൻ്റെ ആളുകളായി നടക്കുകയും ചെയ്യുന്ന പലരിലും സ്വകാര്യമായോ സാമൂഹ്യപരമായോ വ്യക്തിപരമായ തലങ്ങളിൽ നിന്ന് വിട്ടോ അവരുടെ ഇടപഴകലുകളിൽ സാമ്പത്തിക ഇടപാടുകളിൽ പലപ്പോഴും പല പ്രയാസങ്ങളും കാണുന്നു. പലതും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറുമ്പോൾ അവൻ താടിയുള്ളവനല്ലേ, അവൻ കൃത്യമായി നമസ്കരിക്കുന്നവനല്ലേ, അവൻ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവനല്ലേ, എന്നിട്ടും എന്തേ ഇങ്ങനെ എന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ വിശ്വാസ വിശുദ്ധിയോടൊപ്പം സാമ്പത്തിക വിശുദ്ധിക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന വിലയെന്താണ്? നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. ബഹുമാനനായ അബ്ദുറഹിമാൻ അബ്ദുൽ ലത്തീഫ് അതിന് നമുക്കൊരു ഉത്തരം നൽകും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനോട് വല്ലാത്തൊരു ആർത്തിയും ഇഷ്ടവും ഉള്ള ഒരു സ്വഭാവത്തെ അവൻ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ രൂപത്തിൽ അപകടത്തിലേക്ക് എത്തിച്ചെല്ലുന്ന ഒരു കാര്യമായി അത് മാറുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോടും പണത്തോടും മനുഷ്യന് വല്ലാത്ത അഭിനിവേശമാണ്. അതുപോലെ തന്നെ അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ സ്വപ്നങ്ങളും അവസാനിക്കുകയില്ല. പരസ്പരം പെരുമ നടിക്കുന്നത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ, ഖബറിലേക്ക് പോകുന്നത് വരെ അത് കൂടെണ്ടാവുന്ന. വിശ്വാസം കൊണ്ട് നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു കുഴിയിൽ പെട്ടുപോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമതായി സമ്പത്തിൻ്റെ പരമമായ ഉടമസ്ഥൻ പടച്ച റബ്ബാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന അടിസ്ഥാനപരമായ വിശ്വാസം. അതാണ് വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും. വിശുദ്ധ ഖുർആനിലൊരു പ്രയോഗമുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്നും നിങ്ങൾ അവർക്ക് നൽകുവിൻ, ഒരു പ്രയോഗം. രണ്ടാമത്തെ ഒരു പ്രയോഗം വഅൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീഹ്. നിങ്ങളെ പടച്ച റബ്ബ് കൈകാര്യകർത്താക്കളാക്കിയ ധനത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കാതെ, നിങ്ങളുടെ ധനത്തിൽ നിന്നല്ല. അപ്പോൾ നമ്മൾ കൈകാര്യകർത്താക്കളാണ്. പടച്ച റബ്ബാണ് സമ്പത്തിൻ്റെ പരമമായ ഉടമസ്ഥൻ എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസം. രണ്ടാമത്തെ കാര്യം, സമ്പത്തുമായി ബന്ധപ്പെട്ട് നാളെ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യം. ഈ ബോധ്യം ഒരാൾക്കില്ലെങ്കിലും സാമ്പത്തിക അച്ചടക്കമോ സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതയോ അയാൾക്ക് സാധ്യമാകുകയില്ല. അതാണ് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. നാളൊരു മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ്റെ സമ്പത്ത് എവിടെ നിന്നവൻ സമ്പാദിച്ചു, എവിടെ വിനിയോഗിച്ചു എന്നുള്ളത്. അതിൻ്റെ സമ്പാദിക്കുന്ന രീതിയും വിനിയോഗിക്കുന്ന രീതിയും രണ്ടും പടച്ച റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ട കാര്യമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന് ഹലാലായ മാർഗേണയുള്ള സമ്പത്ത് അവൻ അന്വേഷിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമ്പത്ത് പടച്ച റബ്ബ് നൽകുന്ന ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ലാ യുനാലു ഫദ്ലുഹു ബിമഅസിയതിഹി. അതുകൊണ്ട് പടച്ചവനെ ധിക്കരിച്ചിട്ട് നിങ്ങൾ സമ്പത്ത് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യരുത്, പരിശ്രമിക്കരുത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ സാമ്പത്തിക രംഗത്ത് ഹലാലായ മാർഗത്തിലൂടെ മാത്രമായിരിക്കണം സമ്പാദിക്കേണ്ടത്. വിനിയോഗിക്കുന്നിടത്തും പടച്ച റബ്ബിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യം ഉണ്ടാകണം. കടത്തിൻ്റെ വിഷയമൊക്കെ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശ്വാസമൊന്നുമില്ല, പരലോക വിശ്വാസമൊന്നുമില്ല ഇല്ലാത്ത ഒരാൾക്ക് ആരെയും പറ്റിച്ച് ജീവിക്കാം, അയാളെ കാര്യം നോക്കിയാൽ മതി. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ മരണപ്പെട്ടു പോയാൽ പോലും യുഗ്ഫറു ലിശ്ശഹീദി കുല്ല ദംബിൻ ഇല്ല ദൈൻ. ഒരു ഷഹീദിന് പോലും എല്ലാ പാപങ്ങളും പടച്ച റബ്ബ് പുറത്തു കൊടുക്കും, ഏതൊഴികെ, കടമൊഴികെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടാൻ വേണ്ടി പരിശ്രമിക്കാത്ത കടമൊരു പാപമാണ് എന്ന്, അതായത് ഒരു മനുഷ്യൻ വീട്ടാൻ വേണ്ടി പരിശ്രമം നടത്താത്ത ഒരു കടം പാപത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം കുല്ല ദംബിൻ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്, ഇല്ല ദൈൻ,
ദൈനൊഴികെ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണപ്പെട്ടു പോകണമെന്നുള്ള ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ സുഖലോലുപതയെ കെടുത്തിക്കളയുന്ന മരണം വരാനുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകുക. ആ ചിന്തയും പരലോകത്തിലുള്ള വിശ്വാസവുമാണ് സാമ്പത്തിക വിശുദ്ധിക്ക് ഏറ്റവും സുപ്രധാനമായി വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. സഹോദരങ്ങളെ, സമ്പത്ത് വലില്ലാഹി മിറാസു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ അനന്തരാവകാശത്തിൻ്റെ ഉടമാവകാശി അതായത് സർവശക്തനായ അള്ളാഹുവാണ് എന്ന കൃത്യമായ ബോധ്യവും അതിൽ നമുക്കുള്ള ഇസ്തിഖ്ലാഫിനെ കുറിച്ച് നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും എന്ന കൃത്യമായ ബോധ്യവും നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് കൃത്യമായ സാമ്പത്തിക വിശുദ്ധി പാലിക്കാൻ കഴിയുക. ആരാധനാകർമ്മങ്ങളിലെ നിഷ്ഠകൾ കൃത്യമായി പാലിക്കുന്ന നാം സാമ്പത്തിക വിശുദ്ധിയുടെ കാര്യത്തിൽ വളരെ കണിശത പാലിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ബഹുമാനനായ അബ്ദുറഹിമാൻ്റെ സംസാരത്തിൽ നമ്മൾ ശ്രമിച്ചത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുഭാഗത്ത് ചെറുപ്പക്കാർ നന്നായുള്ള നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ട്. അവരുടെ ബാലകാലം കഴിഞ്ഞാൽ, കൗമാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആനന്ദിക്കണം, ആസ്വദിക്കണം. നമ്മളും പലരും നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, നമ്മൾ ആനന്ദങ്ങളുടെ ലോകത്താണ്. എന്ത് കിട്ടിയാലും അത് ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന ചിന്തയുള്ളൂ. എന്നാൽ ആ ഒരു ചിന്തക്ക് പലപ്പോഴും ഒരു ഇസ്ലാമിക മതബോധത്തിൽ ജീവിക്കുന്ന കുടുംബത്തിൽ പലപ്പോഴും നമ്മുടെ മക്കളോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പോകരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം, നിങ്ങൾ തുറന്ന ഒരു ലോകത്തേക്ക്, ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് നിങ്ങൾക്കിതാ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് കലാലയങ്ങളുടെ കവാടങ്ങളിൽ സ്വാഗതത്തിൻ്റെ ബോർഡുകൾ കണ്ട് കടന്നു വരുന്ന നമ്മുടെ മക്കളെ പലപ്പോഴും അന്യൻ്റെ കരങ്ങളിലെ നഷ്ടബോധത്തിലേക്കുള്ള മാർഗങ്ങളാക്കി മാറ്റുന്ന ഒരു സമൂഹത്തിൽ ആ ഒരു ആശയത്തിന്, അത്തരം ആശയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നിടത്ത് ലിബറലിസം പോലെയുള്ള, അതുപോലെ സ്വതന്ത്ര ചിന്തകൾ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ഇതല്ല ശരി. ഈ ഒരു സമൂഹത്തിൽ ഇസ്ലാമിന് എത്രത്തോളം ആനന്ദത്തിനും ആശ്വാസത്തിനും ആസ്വാദനങ്ങൾക്കും അവസരം നൽകുന്നുണ്ട്, അതാണ് ആ മോചനത്തിൻ്റെ മാർഗം എന്താണ് എന്നതിലേക്കുള്ളൊരു ചൂണ്ടുപലകയുമായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഷ്റഫ് ഗരൂൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇസ്ലാമിന് പുതിയ തലമുറയുടെ മുമ്പിൽ വിമോചനത്തിൻ്റെ സന്ദേശം എങ്ങനെ അവതരിപ്പിക്കാം എന്നതാണ് ക്വസ്റ്റ്യൻ. ഇനി അത് മനസ്സിലായി പോകേണ്ട ഉത്തരം പറഞ്ഞിട്ടേ. സത്യത്തിൽ ജീവിതം എന്തിന് എന്ന അറിവുള്ളവന് മാത്രമേ എങ്ങനെ എന്നതിനെ അതിജീവിക്കാൻ കഴിയും എന്നതൊരു സത്യമാണ്. സത്യത്തിൽ ഇതിൻ്റെ അഭാവമാണ് നമ്മുടെ തലമുറയുടെ നേരിടുന്ന ഏറ്റവും കാതലായ പ്രശ്നം. അസ്തിത്വശൂന്യത നേരിടുന്ന ഇവർക്ക് ജീവിതം എന്തിന്, എങ്ങനെ എന്ന് കൃത്യമായി മസ്തിഷ്കത്തിനും മനസ്സിനും തൃപ്തികരമാകുന്ന വിധത്തിൽ ഉത്തരം നൽകാൻ കഴിയുന്നത് ഇസ്ലാമിന് മാത്രമാണ്. പുതുതലമുറയുടെ ദാർശനിക കണ്ണുകൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ ദൃശ്യവൽക്കരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. പക്ഷേ പുതിയ തലമുറക്ക് മുമ്പിൽ ഇസ്ലാമിനെ വിമോചന സന്ദേശം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിനെ ഒരു ഉൽപ്പന്നം പോലെ അവതരിപ്പിക്കേണ്ടതില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ചില ബെനിഫിറ്റ്സുകൾ മാത്രം തിരഞ്ഞെടുത്ത് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇസ്ലാം ഒരു ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് അല്ല, മറിച്ച് മനുഷ്യനും സൃഷ്ടാവും ജീവിതത്തിൻ്റെ അർത്ഥവും സംബന്ധിച്ച സമഗ്രമായ ഒരു വേൾഡ് വ്യൂ ആണ്. രണ്ടാമത്തേത്, പുതിയ തലമുറ ചോദിക്കുന്നത് ഇത് ശരിയാണോ എന്ന് മാത്രമല്ല, മറിച്ച് ഇത് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അർത്ഥം, ലക്ഷ്യം, കുടുംബം, ബന്ധങ്ങൾ, ധാർമ്മികത, നീതി, മെൻ്റൽ റെസിലിയൻസ്, കമ്മ്യൂണിറ്റി, റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ ഇസ്ലാമിൻ്റെ സംഭാവന വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇതേപോലെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്താൽ അവർ കേൾക്കില്ല. അവരുടെ ചോദ്യങ്ങളെ ഗൗരവത്തോടെ എടുക്കുകയും അവരുടെ ഭാഷയിൽ റീസൺഡ് കോൺവെർസേഷൻ നടത്തുകയുമാണ് വേണ്ടത്. സ്വന്തം മക്കൾ പോലും ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് ടീൻമേശയിൽ വെച്ച് ചോദിച്ചേക്കാം, എനിക്ക് പെണ്ണാകണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. 4, ഇസ്ലാമിൻ്റെ യൂണിവേഴ്സൽ മെസ്സേജ് മുന്നിൽ കൊണ്ടുവരണം. മുസ്ലിങ്ങൾക്കുള്ള നിയമം എന്നതിനപ്പുറം അതിൽ ഒതുങ്ങാതെ ഞാൻ ആരാണ്,
എന്തിനാണ് ജീവിക്കുന്നത്? നല്ലതും ചീത്തയും നിശ്ചയിക്കുന്നത് ആര്? മരണത്തിന് അപ്പുറം എന്താണുള്ളത്? മനുഷ്യൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ്? തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് സംഭാഷണങ്ങൾ കൊണ്ടുവരണം. സത്യത്തിൽ ഇതിലൊന്നിനും കൃത്യമായ ഉത്തരം നൽകാൻ ലിബറലിസത്തിനും ഫെമിനിസത്തിനോ ദൈവനിരാസത്തിൻ്റെ ആശയങ്ങൾക്കോ കഴിയുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ നിസ്സഹായത. ഇവിടെയാണ് ഇസ്ലാം അതിന് പകരം നിൽക്കുന്നത്. അതേപോലെ പ്രായോഗിക മാതൃക എന്നത് ഏറ്റവും ശക്തമായ ഒരു ദഅവത്താണ്. നല്ല കുടുംബ ബന്ധം, സത്യസന്ധത, കരുണ, നീതി, അയൽക്കാരോടുള്ള ഉത്തരവാദിത്വം, ദുർബലരോടുള്ള പരിഗണന, ആത്മനിയന്ത്രണം, ഇവ മുസ്ലിം ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കാണുമ്പോഴാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി കൂടുതൽ ബോധ്യപ്പെടുന്നത്. അത് സ്വന്തം വീട്ടിനുള്ളിലാണെങ്കിൽ പോലും. 6, ഇസ്ലാമിനെ ലിബറലിസത്തോട് മത്സരിപ്പിക്കേണ്ട ഒന്നല്ല. ലിബറലിസത്തേക്കാൾ ഇസ്ലാം ബെറ്റർ എന്ന ബൈനറിയിൽ കുടുങ്ങുന്നതിനേക്കാൾ നല്ലത് ഇസ്ലാം മനുഷ്യ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും എന്തുകൊണ്ട്, എങ്ങനെയാണ് കാണുന്നത് എന്ന് പോലുള്ള കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകളാണ് ആവശ്യം. എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ ഒരു ഡിഫെൻസീവ് ആൻസർ നൽകേണ്ടതില്ല. ചിലപ്പോൾ അതൊരു നല്ല ചോദ്യമാണ്, നമുക്കതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം എന്ന് പറയുന്നതാണ് കൂടുതൽ ബൗദ്ധിക സത്യസന്ധത. പുതിയ തലമുറയ്ക്ക് ഇഷ്ടം സെർട്ടേണിറ്റിയേക്കാളും ഇൻ്റലക്ച്വൽ ഹോണസ്റ്റിയെയാണ്. ദഅവയുടെ ലക്ഷ്യം ആളുകളുടെ അംഗീകാരം നേടലല്ല, ആളുകൾക്ക് കംഫർട്ടബിളായി തോന്നുന്ന രീതിയിൽ ഇസ്ലാമിനെ മാറ്റിമറിക്കുകയല്ല വേണ്ടത്. അതേസമയം ഇസ്ലാമിനെ അവർക്ക് മനസ്സിലാകാത്ത പഴയ ഭാഷയിൽ തന്നെ അവതരിപ്പിക്കണമെന്ന് വാശി പിടിക്കേണ്ടതുമില്ല. മറിച്ച് മെസ്സേജ് മാറ്റാതെ ലാംഗ്വേജ്, എക്സാമ്പിൾ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് എന്നിവയിൽ കാതലായ മാറ്റങ്ങളാകാവുന്നതാണ്. ഈ രീതിയിൽ പുതിയ തലമുറക്ക് മുമ്പിൽ ഇസ്ലാം അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് പുതിയ ദഅവ തലമുറ ഏറ്റവും തൻ്റെ കീഴിലുള്ള ജെൻസിയെ കാണുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ചുള്ള അവരുടെ സംവാദത്തിന് അവരുടെ മാനസികവും വൈജ്ഞാനികവുമായ ഒരുക്കങ്ങൾ ടീൻമേശ ഒരുക്കേണ്ടത് ഈ ഒരു ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാവണം. അല്ലാഹു അലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബുദ്ധിപരമായ സംവദനത്തിലൂടെ നമ്മുടെ മക്കളിലേക്ക് കൃത്യമായ അറിവ് സംവേദിക്കുന്നതിലൂടെ നമുക്ക് യഥാർത്ഥ ജീവിതമാർഗം അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതിലൂടെയാണ് യഥാർത്ഥ ആനന്ദവും ആസ്വാദനവും ആശ്വാസവും ലഭിക്കുക എന്ന് ബോധ്യപ്പെടുത്താൻ സഹോദരങ്ങളെ തുടക്കത്തിൽ ബഹുമാനായ PN അബ്ദുറഹിമാൻ നമ്മളോട് പറഞ്ഞ അക്കലുപയോഗിച്ച് നക്കലു പഠിച്ച് ചരിത്രത്തെ അപഗ്രഥിച്ച് വിജ്ഞാനം നേടുക എന്നത് ഒരു ടൂളായി, ഒരു മാർഗമായി, ഒരു സഹായിയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പഠനത്തിനുള്ള ഒരുപാട് സാധ്യതകൾ ഇസ്ലാഹി സെൻറ്റർ കുവൈത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തുറന്നു വച്ചിട്ടുണ്ട്. ഈ ഒരു സമ്മർ ക്യാമ്പയിന് മാത്രമല്ല ഇസ്ലാഹി സെൻറ്റർ നടത്താറുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളിലും 10-ലധികം മസ്ജിദുകളിൽ കൃത്യമായ ജുമുഅ ഖുതുബകൾ കൃത്യമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുവൈത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും നമ്മുടെ പള്ളികളിലെത്താനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ 35-ലധികം വരുന്ന ഖുർആൻ ഹദീസ് പഠനങ്ങളുണ്ട്. നമ്മുടെ മറ്റ് പഠന ക്ലാസ്സുകളുണ്ട്. ഇടയ്ക്കിടെ നടക്കുന്ന കുടുംബ സദസ്സുകളുണ്ട്. ഉപയോഗപ്പെടുത്താം, നമുക്ക് നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. ഒരാൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഈ സദസ്സിന് തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആരാണോ ആഗ്രഹിക്കുന്നത് എഴുന്നേറ്റ് നിൽക്കാം. ഒരൊറ്റ ചോദ്യം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. നമുക്ക് ഇതര മതസ്ഥരെ അല്ലെങ്കിൽ അവിശ്വാസികളെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ, വിശ്വാസം സ്വീകരിക്കുന്നതുവരെ മുശ്രിക്കാത്തുകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് സൂറത്തുൽ ബഖറയിലെ 221 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. മുശ്രിക്കാത്തുകളെ അഥവാ ബഹുദൈവാരാധന നടത്തുന്നവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. എന്നാൽ അതേസമയം അതിൽ നിന്നൊരു ഇസ്തിസ്നാ,
അഹ്ലു കിതാബിൽപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ വന്നു. അതാണ് വൽ മുഹ്സനാത്തു മിനല്ലദീന ഊതുൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളായ മുഹ്സനാത്തുകളായ സ്ത്രീകൾ, അത് പതിവ്രതകളായ സ്ത്രീകൾ, അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന്. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അഹ്ലുൽ കിതാബിൽപ്പെട്ടവരാണ് എങ്കിൽ അവരെ വിവാഹം ചെയ്യാമെന്നുള്ള അനുവാദമുണ്ട്. അഥവാ ജൂതന്മാരും നസാറാക്കളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ അതിൽ അവർ ബഹുദൈവാരാധനയും അത്തരത്തിലുള്ള കാര്യങ്ങളും നടത്തുന്നവരാണോ, അത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അയാളുടെ വിശ്വാസത്തെ ആ വിശ്വാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെടാൻ ആ വിവാഹം കാരണമായി തീരും എന്ന ഭയപ്പെടുന്ന വേളയിൽ അയാൾക്ക് വിവാഹം കഴിക്കാമോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ട്. അഥവാ അയാൾ ആ വിവാഹത്തിന് മുതിരുകയാണെങ്കിൽ അയാളുടെ വിശ്വാസം തന്നെ അതിലൂടെ നഷ്ടപ്പെടാൻ അയാൾക്കൊരു പക്ഷേ സാധ്യതയുണ്ട് എന്ന് കാണുന്നൊരു വ്യക്തിക്ക് ആ വിവാഹം അനുവദിക്കപ്പെടുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളതായ നിയമം, മുശ്രിക്കാത്തുകളെ വിവാഹം ചെയ്യൽ അനുവദനീയമല്ല. എന്നാൽ അഹ്ലു കിതാബിൽപ്പെട്ട മുഹ്സനാത്തുകളായ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിൽ തെറ്റുമില്ല. എന്നാൽ അവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരും വരായികകൾ എന്ത് എന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കൽ അനിവാര്യമാണ് എന്നുള്ളതും പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാഹു തആല അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്രിബിന് ശേഷം ആരംഭിച്ച ഈയൊരു പ്രോഗ്രാം വളരെ നല്ല ഒരു വൈജ്ഞാനിക തലത്തിലൂടെയാണ് കടന്നുപോയത്. അതിൻ്റെ താൽക്കാലികമായ ഒരു സമാപനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടന്ന വൈജ്ഞാനികമായ ചർച്ചകൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിശ്വാസമല്ല, ലാ ഇലാഹ ഇല്ലല്ലയിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ്. അത് കേവലം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന, അല്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞു പോകേണ്ട ഒരു വാക്കല്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ, അതാണ് നമ്മുടെ ആദർശം. ആ വിശ്വാസം നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കണം. ആ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. ആ വിശ്വാസം നമ്മുടെ സ്വഭാവ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. സർവോപരി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അങ്ങനെ മാറ്റമുണ്ടായി വിജയിക്കുന്ന ആളുകളെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരായത്തിലൂടെ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സിനെ വിമലീകരിച്ചവൻ വിജയിച്ചു, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെടുകയും ചെയ്തു എന്ന്. വിശ്വാസം വിശുദ്ധമല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാളും എന്നിവിടെ ഡിസ്കഷനിൽ പറയുകയുണ്ടായി. ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു ഡ്രൈവറില്ലാത്ത വാഹനം പോലെ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് പൊട്ടിയ വാഹനം പോലെ ആയിരിക്കും യഥാർത്ഥ വിശ്വാസത്തിലൂടെ ജീവിക്കാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലയിൽ വഴിതെറ്റിപ്പോയി കൂടാ. തേട്ടങ്ങളും ചോദ്യങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ഏകനായ റബ്ബിനോട് മാത്രമായിരിക്കണം. ശുദ്ധ ഖുർആനിലെ സുപ്രധാനമായൊരു വചനം, കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ, അങ്ങ് പറയ്, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ആ പ്രഖ്യാപനത്തിൻ്റെ പ്രതിജ്ഞയാണ് ഓരോ ഫാത്തിഹ ഓതുമ്പോഴും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
നിന്നെ മാത്രമേ ഞാൻ വിളിച്ചു തേടൂ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന ആ പ്രതിജ്ഞയിലൂടെ ആവർത്തിക്കപ്പെടുന്നത്. ഷിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നമ്മളിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ തേട്ടങ്ങളുമെല്ലാം ആ റബ്ബിനോടാകണം. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങളുമെല്ലാം സമർപ്പിക്കേണ്ടത് ആ റബ്ബിൻ്റെ മുമ്പിലാവണം. നമ്മുടെ തവക്കുലുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതുപോലെ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, ജാറങ്ങളുടെയും മക്ബറകളുടെയും അവിടെ കിടക്കുന്ന ഔലിയാക്കന്മാരുടെയും തങ്ങന്മാരുടെയും ബീവിമാരുടെയും പേരിലല്ല, ബദരീങ്ങളുടെ പേരിലല്ല ഒരു വിശ്വാസിയുടെ തവക്കുൽ ഏകനായ റബ്ബിൻ്റെ മാർഗത്തിൽ അവൻ്റെ പേരിൽ മാത്രമായിരിക്കണം. പ്രിയമുള്ളവരെ, അമ്പിയാക്കന്മാർ മുമ്പോട്ട് വെച്ചത് ഈ മഹത്തായ ആദർശമായിരുന്നു. അമ്പിയാക്കന്മാർ മുമ്പോട്ട് ഗമിച്ചത് ഈ ശക്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ വിശ്വാസത്തിൻ്റെ ശക്തിയിലായിരുന്നു. ഈ കരുത്തുറ്റ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, അടിയുറച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ ഇടപെടലുകളിലും നമ്മുടെ ഇടപാടുകളിലും അത് പ്രകടമാകണം. നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും അത് പ്രകടമാകണം. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അത് പ്രകടമാകണം. ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും ഇരട്ടത്തൊറ്റയ്ക്കിരിക്കുമ്പോഴും രഹസ്യ ജീവിതത്തിലും അത് പ്രകടമാകണം. അത് പ്രകടമാകണമെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ആ ഹൃദയം വിശുദ്ധമായാൽ ജീവിതം വിശുദ്ധമായി, ആ ഹൃദയം മലിനമായാൽ ജീവിതം അശുദ്ധമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹൃദയവിശുദ്ധി നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. വിമോചനത്തിൻ്റെ തുടക്കം അത്തരം വിശുദ്ധമായ ഹൃദയങ്ങളിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വിമോചനത്തിൻ്റെ തലങ്ങൾ വിശാലമാണ്. പാപങ്ങളുടെയും ദേഹേച്ഛകളുടെയും അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയണം. അഹങ്കാരത്തിൻ്റെയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭൗതികമായ ആർത്തികളുടെയും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയണം. തെറ്റായ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയണം. അന്ധവിശ്വാസങ്ങളും ആത്മീയതയും വിറ്റ് കാശാക്കുന്ന ചൂഷണ കേന്ദ്രങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുകയാണ്. തൗഹീദിൻ്റെ കോട്ട കൊണ്ടാണ് അതിനെ കെട്ടി നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ വീടുകൾ അല്ലേ, നമ്മളൊരു വ്യക്തിയാണ്, നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. നമ്മുടെ വീടുകൾ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളാവണം. ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണഘട്ടത്തിലും ഹസ്ബി അല്ലാഹ് എന്ന് പറയുന്ന വീടുകളായി, മക്കളായി, മാതാപിതാക്കളായി നമ്മുടെ വീടുകളും നമ്മുടെ മാതാപിതാക്കളും മാറണം. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ മാതൃകകളായി മാറണം. നമ്മുടെ ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതമാകണം. പ്രിയമുള്ളവരെ, ഫിർഔനിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരായത്ത് കൂടി ഓതി ഞാൻ അവസാനിപ്പിക്കാം. ഫിർഔൻ്റെ കൂട്ടത്തിൽ നിന്ന് ആ ഫിർഔൻ അഹങ്കാരം കൊണ്ട് പലതും വിളിച്ചു പറഞ്ഞ സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന്, അവർക്കിടയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. യാ ഖൗം, എൻ്റെ സമൂഹമേ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് തുച്ഛമായ ചില ചരക്കുകളാണ്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോകമാണ് യഥാർത്ഥ സമാധാനത്തിൻ്റെ കേന്ദ്രം എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. ആ സമൂഹം ആളുകളെ ക്ഷണിക്കുന്ന നരകത്തിലേക്കാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, വയാ കൗമി മാലി യദ്ഉകും ഇലൻ നജാത്ത്, എൻ്റെ സമൂഹമേ, എന്തൊരവസ്ഥയാണ്, എന്തൊരനുഭവമാണ് എനിക്കിവിടെ അനുഭവപ്പെടുന്നത്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വിമോചനത്തിൻ്റെ, രക്ഷയുടെ യഥാർത്ഥ മാർഗത്തിലേക്കാണ്. വതദ്ഊനനി ഇലന്നാർ, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. തദ്ഊനി ലിയക്ഫുറ ബില്ലാഹ്, അള്ളാഹുവിനെ നിഷേധിക്കാനാണ്,
കാഫിറാകാനാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. വ ഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽം, എനിക്കൊരറിവുമില്ലാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കാനാണ്, തൗഹീദിൻ്റെ വഴിയെ ഉപേക്ഷിക്കാനാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വ അന അദ്ഊക്കും ഇലാ അസീസിൽ ഗഫാർ, എല്ലാം പൊറുക്കുന്ന പ്രതാപശാലിയുടെ മാർഗത്തിലേക്ക്, ആ വിമോചനത്തിൻ്റെ, ആ രക്ഷയുടെ മാർഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത്ര സുന്ദരമായ വാക്കുകളാണ് പ്രിയമുള്ളവരെ. ആ വാക്കുകളുടെ ചർച്ചകളായിരുന്നു ഈ ഒരു കുറഞ്ഞ നേരം ഇവിടെ നടന്നത്. പഠിക്കുവാൻ, അറിയുവാൻ തയ്യാറാവുക. ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് ഒരു തുടക്കമായി, ഒരു പരിവർത്തനത്തിന് തുടക്കമായി ഈ ഒരു പ്രോഗ്രാം മാറട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ ഈ സമാപന സംസാരത്തിന് ഇവിടെ സമാപനം കുറിക്കുന്നു. ഈ ഒരു പരിപാടി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും പ്രയോഗവൽക്കരിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു റബ്ബേ, അനുസരിക്കാൻ തയ്യാറാണ് റബ്ബേ എന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന നമ്മുടെ ഈ ഇരുത്തം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.